ഈ ആൽമരത്തറയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയാണോ ഈ പണ്ടാരക്കാലം ഞങ്ങളെ കോട്ടയത്തു നിന്ന് കെട്ടി എഴുന്നള്ളിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് എന്നായിരിക്കും അവരുടെ മനസ്സിൽ. ഗാർഡ്സൊക്കെ കൂടെ വരും, പിന്നെ തോക്ക് കാണും. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തോക്കാണ് കൊണ്ട് പൊട്ടാൻ യാതൊരു ചാൻസും ഇല്ല, അത് പ്രതീക്ഷിക്കുക വേണ്ട. ഉറപ്പില്ലാത്തവരും കുറുപ്പിൻ്റെ ഉറപ്പായിട്ട് മാത്രമുള്ളവർ യാതൊരു കാരണവശാലും ഉൾക്കാട്ടിലും ഒന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരിക്കൽ കൂടെ ഞാൻ അച്ചൻകോവിൽ പോകാൻ ഇറങ്ങിയാണ്. ഞാവനാൽ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ അന്ന് പോയ പോലെ തന്നെ എനിക്ക് ആ ഒരു പോക്കിൽ ഈ റൂട്ട് വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഇറങ്ങി. കൂടെ നമ്മുടെ 2 അനിയന്മാരുണ്ട്. അവരെതിരെ കാറ്റ് വന്നില്ല, അപ്പോൾ അവരെ കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. രാവിലെ 6 മണിക്ക് കോട്ടയത്ത് നിന്ന് വിട്ടതാണ്. അവരാണെങ്കിൽ ആദ്യമായിട്ടാണ് കാട്ടിൽ പോകുന്നത്. ഇതുവരെ 2 പേരും കാട്ടിൽ പോയിട്ടില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് പറയുന്നു ഇങ്ങനെ, അണ്ണാ എന്നെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ അവനിന്ന് വിളിച്ച്. എനിക്ക് ഇന്നലെ വരെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്താറായപ്പോൾ ഒരു ധൈര്യക്കേടായി. ഒന്നാമത് ഇവർക്ക് പോയി പരിചയമില്ല, അങ്ങനെ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട്. കാരണം അതുപോലത്തെ വഴി അതിവിടെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് റോഡുകളൊക്കെ കാണും, റോഡ് പോലെ, പക്ഷെ അത് റോഡ് വലിയ വീതിയൊന്നുമില്ല. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു സാധാരണ റോഡുകളല്ല, അതൊരു ബസ്സോ ലോറിയോ ഒന്നും പോകാത്തൊരു വഴിയാണ്, പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെപ്രാളത്തിലുണ്ട് എനിക്ക്. നമുക്ക് നോക്കാം മുന്നോട്ട് പോയി എങ്ങനെ ആവുന്നു. രാവിലെ വന്നതിൻ്റെ കാര്യം ആനിമൽ സെറ്റിങ്സ് വല്ലതും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്താ അങ്ങനെ തിരുന്നറിയില്ല. പിന്നെ അച്ചൻകോവിൽ പോകണം, അവരെ കൊണ്ട് എവിടെയൊക്കെ പോകണമെന്നുണ്ട്. ഞങ്ങൾ ഞാവനാൽ ചെക്ക് പോസ്റ്റൊക്കെ കയറി ഇപ്പം കല്ലേലി പാലമാകുന്നു. ഇനി മനുവിനും വിജീഷിനും ഒരു വെൽക്കം ഒക്കെ കൊടുത്ത് കാട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളോട് കയറട്ടെ. മനു, വെൽക്കം ടു ദ ജംഗിൾ. കാടിൻ്റെ പൾസറിഞ്ഞ് അതറിയാൻ ആഗ്രഹിച്ച് കാടെങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതറിയാവുന്നവർ മാത്രം ഈ വഴിക്ക് വന്നാൽ മതി. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ബോറിങ്ങും ഇല്ല, ഈ വഴിക്ക് എത്ര നേരം വരെ പോകുന്നില്ല. അപ്പോൾ അന്ന് ലാസ്റ്റ് ടൈം പോയപ്പോൾ എനിക്ക് ഒരു ആനിമൽ സൈറ്റിംഗ് ഉണ്ടായില്ല, പക്ഷേ വല്ലാത്തൊരു പേടിച്ചാണ് കയറി വന്നത്. ആദ്യമായിട്ട് വന്നപ്പോൾ ശരിക്കും പേടിച്ചു പോയി. പക്ഷേ അങ്ങേ എൻ്റെ അച്ചൻകോവിൽ പുനലൂർ റൂട്ടിൽ പോയി ഇറങ്ങിയപ്പം മനസ്സിലായി, ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോയാൽ ഒപ്പിച്ച് പോകാം എന്ന് തോന്നി. പക്ഷെ എങ്കിലും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഈ പാതയിൽ വീണ്ടും വരുമെന്ന്. ഇവിടെ കാറോ ബസ്സോ അല്ല, കാറ് പോവും, ബസ് ലോറി അങ്ങനത്തെ ഒരു സംഭവം പോകുന്ന ഒരു റൂട്ടല്ല, അതിലുള്ള വഴി ഇവിടെ ഇല്ല. അതുപോലെ ചതഞ്ഞ് പറഞ്ഞ് കിടക്കുന്ന കല്ലും മണ്ണും കട്ടയും കുഴിയും തന്നെയാണ്. എന്തെങ്കിലും ഒരു സംഭവത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് കാണുകയും കൂടി ചെയ്താൽ പിന്നെ വണ്ടി തിരിക്കാനോ വട്ടം തിരിക്കാനോ കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. ഇത് ഒരു പ്രഷർ ട്രിപ്പിനുള്ള സ്ഥലമേ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രഷർ ട്രിപ്പിനുള്ള സ്ഥലമേ അല്ല, അത് മനസ്സിലാക്കി തന്നെ വരണം. ഇല്ലെങ്കിൽ കൂടെ ഉള്ളവരെ വിളിച്ചുകൊണ്ട് വരുന്നവർക്കും ബോറായി പോകും. ഇപ്പം തന്നെ ഈ റോഡ് പോകുന്ന പോക്ക് കണ്ടില്ലേ, നമ്മളിങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോകാൻ വഴിയില്ല, ഇങ്ങനെ പോയേ പറ്റൂ. ഞാൻ പറഞ്ഞത് ഇത് നല്ല ശ്രദ്ധയോടെ സൂക്ഷിച്ച് തന്നെ യാത്ര ചെയ്യേണ്ട റൂട്ടാണ്. പോകുന്ന വഴിക്ക് ഫോറസ്റ്റിൻ്റെ 1-2 ഓഫീസുകളുണ്ടോ അവിടെ ഇവിടെ ഉണ്ടെന്നല്ലാതെ ഒരു സൈൻ ബോർഡ് പോലും ഇല്ല ഇവിടെ. അതുപോലെ ഇനി ചെറിയ കാറുമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട്, എക്സ്ട്രീംലി കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. കാരണം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ അടി തട്ടുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ശരി, സ്പീഡ് വളരെ കുറച്ച് തന്നെ ശ്രദ്ധിച്ച് പോവുക. കാരണം നല്ല ഇടുങ്ങിയ വളവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം അവിടെ നിൽപ്പുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുന്നിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. എൻ്റെ കൂടെ വന്ന മനുവും വിജീഷും അവർ പുറകെ വരുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഫ്രണ്ടിൽ പോവുകയാണ്, അവരാദ്യമായിട്ടാണ് കാട്ടിൽ വരുന്നത് തന്നെ. അതും ഇങ്ങനൊരു വഴി കൂടെ അവരെന്തായാലും നമുക്ക് മുന്നിൽ കയറ്റി വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിയും കണ്ടും വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പേടിയൊക്കെ മാറിയായിരുന്നു. അച്ചൻകോവിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതേ കാട്ടിൽ കൂടെ തന്നെ വന്നപ്പം എനിക്ക് ആ ഒരു ഭയം തോന്നിയില്ല. പക്ഷേ ആ ഒരു ധൈര്യത്തിലാണെന്ന് വന്നതെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പോലും എനിക്കൊരു ആകപ്പാടൊരു അങ്കലാപ്പായി. മറ്റൊന്നും കൊണ്ടല്ല, മനുവും വിജീഷും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കാളുടെ ഒരു പേടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുകൊണ്ടാണ് ഞാൻ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരുള്ളതിൻ്റേതായ ഒരു അങ്കലാപ്പിലാണ് ഞാൻ. ഇപ്പോൾ സമയം 9 മണിയായി. ഞങ്ങളൊരു 8:45 കോന്നി വന്നു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് അവിടെ നേരം കയറി പോരുമായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 25-30 കിലോമീറ്റർ അങ്ങനെ നോക്കിയാണ് പറയുന്നത്. അപ്പം അതിപ്പോൾ വലിയ ദൂരമൊന്നുമില്ല, കാട്ടിനകത്തുടങ്ങി പയ്യെ പോകാന്നുള്ളൂ. എന്നാലും ഒരു 12-12 ആകുമ്പോഴത്തേക്ക് അച്ചൻകോവിൽ ചെല്ലുമായിരിക്കും. അവിടുന്ന് മേക്കര പോകണം, അതായത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ വരെയൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഈ കുംഭാവട്ടി വാട്ടർഫോൾസ് എന്ന് പറയുന്ന വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴാണെങ്കിലും എനിക്കൊന്ന് ഈ കാട്ടിലെ ഏക ബോർഡ് അതാണ്, ഞങ്ങൾ സൈൻ ബോർഡ് ഞാൻ കണ്ടത്, വലിയൊരു ബോർഡ്. അപ്പോൾ എൻ്റെ വിചാരം കാട്ടിനകത്ത് കണ്ടപ്പോൾ അത് ആ കാട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് മനസ്സിലായി അവിടെ അല്ല, അച്ചൻകോവിൽ അപ്പുറം കണ്ടാണ്.
അപ്പം കുംഭാവുരുട്ടി വാട്ടർഫോൾസ് ഒക്കെ പോയി ഒന്ന് കണ്ട് അവരെ കൊണ്ട് തിരിച്ച് പുനലൂർ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അവരുമായി മാമ്പഴത്തറ ചാലിക്കര വഴി മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് ഒക്കെ ഒന്ന് പോകണമെന്നുണ്ട്. ഞാൻ നേരത്തെ പോയത് അവിടെ, പക്ഷേ ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരിക്കൽ കൂടെ പെട്ടെന്ന് തിരിച്ചു വന്നത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാട്ടിൽ കൂടെ ഒന്നുകൂടെ വരണമെന്ന്, പക്ഷേ ഞാൻ ഓർത്തില്ല ഇത്രയും പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന്. ഇത്രയും നേരം നിങ്ങളോട് ഇതിലെ വരുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ തന്നെ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വയം ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം. കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ ശ്രദ്ധിച്ചൊക്കെ പോവുക, സംസാരിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് സ്വയം ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാനും ശ്രദ്ധിക്കുക. അത് ഇവിടെ നിന്നല്ല, ഏത് കാട്ടിൽ പോയാലും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം റോഡുണ്ട് കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ കുറച്ച് പോർഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അല്ലാതെ ഒരു പൂർണ്ണമായും ഗതാഗതയോഗ്യമായ റൂട്ടേ അല്ല. നിൽക്കുന്ന ഇപ്പോൾ ആയിരിക്കും നമ്മൾ കുഴി ചാടുന്നത്, പിന്നെ അങ്ങോട്ട് കുഴിയോട് കുഴിയായിരിക്കും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് പലയിടത്തും കാണാം ചെറിയ ചെറിയ വഴികളകത്തേക്ക്. അത് മറ്റൊന്നും ആയിരിക്കാൻ വഴിയില്ല, ആനത്താരാകാനാണ് ചാൻസ്. കാരണം ഇവിടെ ഒന്നും മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല, ഒന്നുമില്ലാത്തൊരു വഴിയത്. അപ്പം ആനത്താരാകാനാണ് ചാൻസ്. മഴക്കാലം തുടങ്ങാറായി, വേൽമഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങും മഴ പെയ്തിട്ടുള്ളൊരു സൈനും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഭയങ്കര ചൂടൊന്നും തോന്നുന്നില്ല, കാടായതുകൊണ്ടായിരിക്കും തണുപ്പുണ്ട്. പക്ഷേ മഴ പെയ്തിട്ടുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. കോട്ടയത്തൊക്കെ അവിടെ ഇവിടെ വല്ലപ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ചൂടാത് വേറെ കാര്യം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു പുനലൂരും പാലക്കാടും ആണല്ലോ ഭയങ്കര തീവ്രമായ ചൂട് അനുഭവം കേരളത്തിൽ. അതുകൊണ്ടായിരിക്കും ഇവിടെ എനിക്ക് കണ്ടിട്ട് വേലമഴയൊന്നും പെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. നിതംബങ്ങൾക്ക് ഫുൾ മസാജാണ് റൂട്ട്. എൻ്റെ പൊന്നെ, കൂടു കുടു 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 കുടു. നിതംബങ്ങൾ ഉള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലാത്ത തന്നെ കുറവുള്ള എന്നെ എന്ത് ചെയ്തു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പം നടന്നാണെങ്കിലും കൊള്ളാം ബൈക്കിനാണെങ്കിലും കൊള്ളാം കാട്ടിൽ പോകാറുണ്ട്. അപ്പം എവിടെ പോയാലും എനിക്ക് കാട്ടിൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അവിടെ ആന അവിടെ ഉണ്ട്, അല്ലെ കാട്ടുപോത്തുണ്ട് എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമേ അല്ല എനിക്ക്. അതേസമയം കുറേയധികം പേർക്ക് ഭയങ്കരമായി പേടിയാണ്. എനിക്കും പേടി നല്ലതായിട്ടുണ്ട്. പക്ഷേ പാനിക്കാവില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എന്നോട് തന്നെ ഉണ്ട്. ആ ഒരു ഗ്യാരൻറ്റിയുടെ എൻ്റെ സ്വന്തം ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഉറപ്പില്ലാത്ത വെറും കുറുപ്പിൻ്റെ ഉറപ്പായിട്ട് മാത്രമുള്ളവർ യാതൊരു കാരണവശാലും ഉൾക്കാട്ടിലോ ഒന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ തേക്കടി ട്രക്കിങ് അങ്ങനെ ഒത്തിരി ട്രക്കിംഗ് പാക്കേജസൊക്കെ ഉള്ളിടത്തൊക്കെ പോയാൽ ഗാർഡ്സൊക്കെ കൂടെ വരും. പിന്നെ തോക്ക് കാണും. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തോക്കാണ്, കൊണ്ട് പൊട്ടാൻ യാതൊരു ചാൻസും ഇല്ല, അത് പ്രതീക്ഷിക്കുക വേണ്ട. ഞാനങ്ങനെ പലവട്ടം പോയിട്ടുണ്ട് ഇവരെ കൂടെ. കാട്ടുപോത്തിനെയും ആനയും ഒക്കെ വളരെ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ആ ഒരു ധൈര്യം എനിക്കുണ്ടായത്. എന്നെ കൊണ്ടുപോയ 2-3 പേരുണ്ട്. ഞങ്ങളെല്ലാം ഒരു കാട്ടുവാസി സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കിത് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഒരു പ്ലഷർ ട്രിപ്പ് ഈ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ നമ്മൾ സൂസൈഡ് പോയിൻറ്റ്സ് അല്ലെ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കണ്ട് ഇങ്ങനെ വളരെ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ ചുമ്മാ ട്രിപ്പ് അടിക്കുന്ന അങ്ങനെയുള്ളവർ ചിലപ്പോൾ കാട്ടിപ്പോയവർക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം റിസ്ക് ചെറുക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഊഹിക്കാതെ കാറിൽ പോകുമ്പോൾ പോലും ഒരു കാട്ടുപോകത്ത് റോഡ് സൈഡിൽ നിന്നാൽ പോലും ഒരു തരത്തിലും വണ്ടി നിർത്താതെ വിട്ടു പോകുന്ന കൂട്ടുകാരെനിക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള കൂടെ പോകുമ്പോൾ എനിക്ക് നിരാശയാണ് എപ്പോഴും ഫലം. അതേസമയം ഞാൻ മുമ്പേ പറഞ്ഞ 2-3 കൂട്ടുകാരുണ്ട്. അവരുടെ കൂടെ ഒരു വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, 3-4 പേര് ഒരേ മൈൻഡാണ്, ഒറ്റ പോക്ക്. അതിനൊന്നും ഒന്നുമില്ല, ആഹാരം കഴിപ്പും താമസം ഒന്നും ഒരു വിഷയമേ അല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുപ്പിവെള്ളം കൈ കാണും, അത്രേ ഉള്ളൂ. വെള്ളം കുടിക്കുക, കാട്ടിൽ കയറി ഇങ്ങനെ പോകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് എന്നൊരു സംഭവത്തെക്കുറിച്ച് ഒരു ചിന്തയേ ഇല്ല ഞങ്ങൾക്ക് 3-4 പേർക്ക്. അങ്ങനെയുള്ളവർ തമ്മിൽ കാട്ടിൽ പോയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മളൊരു പ്രഷർ മൂഡിൽ ഒരു ഓളംപിപ്പ് ട്രിപ്പിനൊന്നും ഒരിക്കലും ആ ഒരു മെൻറ്റാലിറ്റിയിൽ കാട്ടിൽ പോവുകയും ചെയ്യരുത് ആരും. അങ്ങനെയുള്ളവരെ കൊണ്ട് ആരും കാട്ടിലേക്ക് പോവുകയും ചെയ്യരുത്. അത് നമ്മൾ അവരോട് ഇന്ന് ദ്രോഹമായിരിക്കും. പരസ്പരം 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടാകും. ഞാനിത് ഇത്രയും പറയാൻ കാര്യം മറ്റൊന്നുമല്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാ ഈ ആനയെ കാണുന്ന ഒരു കാട്ടിൽ കെട്ടിക്കയറി പോകുന്നതെന്ന്. അവരോട് എന്ത് മറുപടി പറയേണ്ടത് എനിക്കറിയില്ലത്. എനിക്കാണെങ്കിൽ നാട്ടിലെ ആനയെ കാണുമ്പോൾ നിന്നുണ്ട് വിഷമവും ദേഷ്യവും എല്ലാം. ദേഷ്യം തോന്നുന്ന ആനയോടല്ല, ഈ ആന ഫാൻസ് എന്നും പറഞ്ഞല്ല നാട്ടിലെ ആന അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ഉത്സവപ്പറമ്പിലെ ആനകളെയും കണ്ട് അതുങ്ങളെ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്യുന്നത്. ഈ പൊരിഞ്ഞ വിലത്ത് അവിടെ ഇവിടെ കൊണ്ട് നിർത്തിയും ഒക്കെ ഇവർ ഈ ആരാധിക്കുന്നവരെന്ന് പറയുന്നവർക്കും ബഹുഭൂരിഷം പേർക്കും ഈ ആനയുടെ യഥാർത്ഥ ജീവിത രീതി എന്താണെന്നോ അത് കാട്ടിൽ എങ്ങനെ ജീവിക്കേണ്ടത് ഇവനൊന്നും ഒരു ഐഡിയയും ഇല്ല. ഇപ്പോൾ ഉത്സവപ്പറമ്പിലും പൂരത്തിനും മേളത്തിനും എല്ലാം ആന വേണം, ആനയില്ലേ പോകത്തില്ല.
അത് അവർക്ക് ഫാൻ അസോസിയേഷൻ വരെ ഉണ്ടെന്ന് ആനകൾക്കൊക്കെ അല്ലേ നാട്ടിൽ ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെയോ. ഭയങ്കരം തന്നെ കേട്ടോ അത്. ഈ പൊരിവെയിലത്ത് ഇതിനായിട്ട് ഈ പട്ടിക്ക് കന്നിമാസം എന്ന് പറയുന്ന പോലെ ആന കൊണ്ട് തുടങ്ങാൻ പോകുന്നത് കണ്ടോ. അടുത്ത ഫെബ്രുവരി ആകുമ്പോൾ തുടങ്ങും. ആന കാലവാരി അലക്കി, ആന ചങ്കത്ത് കൊമ്പ് കുത്തി ഇറക്കി, ചവിട്ടി മരിച്ച്, ലോറി മറിച്ചിടുന്നു, ഉത്സവപ്പുറം പോയി അങ്ങനെ ചെയ്യുന്നു, ആളെ കൊല്ലുന്നു. ഇതിൻ്റെ കുറ്റം മുഴുവൻ ആനപ്പിൻ്റെ എല്ലാ കാര്യമുണ്ടോ? ഈ കൊടുങ്കാട്ടിൽ ഇത്രയും ഉഷ്ണജീവി, അതുപോലെ ചൂടാണ്, മുഴുവൻ സമയവും ചൂടാണ് ഈ സാധനത്തിന്. അങ്ങനെയുള്ള ആ ജീവിയെ ഈ പൊരിഞ്ഞ വെയിലത്ത്, അതും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ മനുഷ്യൻ്റെ ആ ഒരു കോമൺ സെൻസ് വർക്കൗട്ടാകുന്ന ഓരോ വഴികളെ. ഞാൻ വണ്ടി ഇവിടെ നിർത്തിയപ്പോഴത്തേക്ക് മനുവും വിജേഷും ഇങ്ങെത്തി. വേണം കുറച്ചേരം മുന്നിൽ പോക്കോ, കുറച്ചേരം മുന്നിൽ പോക്കോ വേണം. അണ്ണൻ ഫസ്റ്റ് അല്ലേ? ആഫ്റ്റർ യു അല്ലേ? അണ്ണൻ ഫ്രണ്ടിൽ പൊക്കോളാം, ഒരു കുറേ വന്നോളാം. ജീഷ നിൽക്ക്, ഞാൻ പൊക്കോളാം. ഞാൻ പോ. അവരാദ്യമായിട്ട് വരുമല്ലേ, അവരെ മുന്നേ വിട്ടാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഫ്രണ്ടിലങ്ങ് പോവാം. ഞാനീ കണ്ട വർഷങ്ങൾ മുഴുവൻ യാത്രകൾ നടത്തുന്ന മുഴുവൻ നമ്മുടെ കിഴക്കൻ മേഖലയിലേക്കാണ്. അതിപ്പോൾ വയനാട് ഭാഗത്തോട്ട് പോയാലും എല്ലാം നമ്മൾ കിഴക്കോട്ടേക്ക്, അല്ലെങ്കിൽ തേക്കടി, കുമളി, അങ്ങോട്ട് എപ്പോഴും കിഴക്കേ പോകുന്നത്. അതിരപ്പള്ളി, വാൾപ്പാറ, അങ്ങനെ എല്ലാം നമ്മൾ ഈ വെസ്റ്റേൺ ഘട്ട് പിടിച്ച രീതിയിലാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്, തമിഴ്നാട്ടോടൊക്കെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ബോധ മനസ്സിൽ അച്ചൻകോവിൽ 2008 പോയതാണല്ലോ എന്ന് മാത്രമുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് പോകണമല്ലോ എന്നൊരു സംഭവം വരുന്നേ ഇല്ല. ഈ അടുത്ത കാലത്താണ് അങ്ങോട്ടൊക്കെ പോകണം, എത്ര വർഷമായി പോകട്ടെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷേ എന്തോ പോയിട്ടില്ല. അങ്ങനെയാണ് ലാസ്റ്റ് ടൈം ഞാൻ ഒരു കുറച്ചാളും ഞാൻ പോയത്. അപ്പോഴാണ് മനസ്സിൽ എന്ത് നല്ല സ്ഥലങ്ങളാണ്. ആ മാമ്പഴത്തറയും ആ ചാലിയക്കര റൂട്ടൊക്കെ എന്ത് രസമെന്ന് അറിയാമെന്നോ അതൊക്കെ. ഈ സ്ഥലത്താണെന്ന് തോന്നുന്നല്ല, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആ കാണുന്ന ആ വളവിൻ്റെ അവിടെ, അതാണ് കഴിഞ്ഞ വർഷം ഒരു അച്ഛനും മോളൂടെ സ്കൂട്ടർ വരുമ്പോൾ ആന ആ വലത്തെ സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഓടിച്ചു ചാടി വന്ന് അവരെ ആക്രമിച്ച് ഒരു 3-4 പേര് ഇങ്ങനെ വരിവരായിട്ട് പോകുന്ന നമുക്ക് കാണാം. അതിൽ ഇവർക്ക് നേർക്കാണ് ആന വന്നത്, അറ്റാക്ക് ചെയ്തതിലും. ഭാഗ്യത്തിന് അവർക്കൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ ആ കൊച്ചു കിടന്ന് ഒത്തിരി കരയുന്ന വഴിയൊക്കെ നമുക്ക് കാണാം. ഇതാണ് ആ സ്ഥലം. കഴിഞ്ഞാണ് പോയപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് പറയാൻ കാര്യം, എൻ്റെ കഴിഞ്ഞ അച്ചൻകോവിൽ വീഡിയോയ്ക്കകത്ത് ഒന്നുകൊണ്ട് കമൻറ്റ് കൊണ്ടു, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലടേ പോടേ എന്നൊക്കെ കമൻ്റ് ഇട്ടിരിക്കുന്ന. അപകടം നിറഞ്ഞ പാത അല്ലെന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അവർ വിചാരിച്ചു കാണും പുനലൂർ ടു അച്ചൻകോവിൽ റൂട്ടിൻ്റെ വീഡിയോ ആകുന്നത്. പക്ഷെ അതല്ല, ഇത് ഞാൻ കോന്നിയിൽ നിന്ന് 7 കിലോമീറ്ററുള്ള ഞവനാൽ ചെക്ക് പോസ്റ്റ് വഴി ഉള്ള കൊടുങ്കാട് വഴിയുള്ള ഒരു റൂട്ടായത്. അപ്പോൾ ഈ റൂട്ടിൽ അപകടമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഞാനിതിൽ വന്നതുമാണ്. അതുകൊണ്ടാണ് ആ പറയുന്നത്. പലരും പറയുന്ന അപകടമില്ല, പ്രശ്നമില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട് പലർക്കും. അത് വെറും ഒരു തോന്നൽ മാത്രമായിരിക്കും. ഇവിടെ മുഴുവൻ ആനപ്പിണ്ടോ, ഭയങ്കര മണവും. അതിനിടയ്ക്ക് വിജേഷും മനു എന്നെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട്. എന്നാ ചോദിക്കട്ടെ, പേടിച്ച് നിർത്തിരിക്കാൻ തോന്നുന്നു. നോക്കിയും കൊണ്ടൊക്കെ നിൽക്കണം കേട്ടോ, നോക്കിയും കൊണ്ടൊക്കെ വണ്ടി നിർത്താവുള്ളൂ. അവർക്ക് രണ്ടുപേർക്കും ബോറടിച്ചോന്നൊരു സംശയമില്ലാതില്ല. നമ്മളായാലും ഇപ്പം മണ്ണാരപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. മണ്ണാരപ്പാറ ഈ റോഡിൽ ആപ്പാടാ എനിക്ക് തോന്നുന്നൊരു 2-3 എണ്ണം തോന്നുന്നു കേട്ടോ. അത് സൈഡിലൊക്കെ ആയിട്ടാ, അല്ലാതെ പ്രത്യേകിച്ച് ഇവിടുന്ന് അങ്ങ് വരെയും പുനലൂർ റോഡ് വരെയും ഈ കാട്ടിൽ വേറെ ഒരു സംഭവമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവർക്ക് ബോറടിച്ചോന്ന് എനിക്കൊരു സംശയം തോന്നുന്നത്, അവർ പൊതുവെ ഇങ്ങനെ അല്ല രണ്ടുപേരും. വളരെ എനർജറ്റിക്കായിട്ട് ട്രിപ്പൊക്കെ പോകുമ്പോൾ വേറൊരു മൂട രണ്ടുപേർക്കും. പക്ഷേ യാതൊരു ഇതുമില്ല, വളരെ സൈലൻ്റായിട്ടും. മുഖത്തിനൊരു സന്തോഷക്കുറവുണ്ടോ എന്നൊരു ചെറിയ സംശയം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെയിൻ റോഡ് വഴി പോകുന്ന 2 സൈഡും കാട്, നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അതുപോലെ അല്ല ഇത്. ഇതെന്ന് പറയുന്നത് കാട്ടിൽ കൂടെ മറ്റൊരു രീതിയില്ല, നമ്മൾ മാത്രം പോകുന്നൊരു അവസ്ഥയായത്. പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റും വണ്ടി നിർത്തിയും നിൽക്കാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. അപ്പം എപ്പോഴും ഇവരെ സംബന്ധിച്ച് ഇവരൊക്കെ ഒരിക്കലും ഇങ്ങനെ പോയിട്ടില്ല. എപ്പോഴും എൻ്റർടൈൻമെൻറ്റും പ്രഷറും മാത്രമേ ഉള്ളൂ, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ കാട്ടി വന്നപ്പോൾ എനിക്ക് വന്ന ഒരു ഭയങ്കരമായിട്ട് സൈലൻ്റായി പോയൊരവസ്ഥയിലാണ് തോന്നുന്നു രണ്ടുപേരും. ചോദിക്കണം, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആനപ്പിണ്ടോ ആണോ കാട്ടുപോത്തിൻ്റെ ആണോ അറിയത്തില്ല, 2 സൈഡിലുമായിട്ട് കിടപ്പുണ്ടോ ഇഷ്ടം പോലെ. വല്ലാത്തൊരു ചൂര് വിടില്ല, ആനച്ചൂരാണോ എന്നാണോ, ഭയങ്കര ഒരു വല്ലാത്തൊരു ഇത്. എന്തായാലും അഡ്വഞ്ചർ ബൈക്കൊക്കെ ഇവിടെ വരാൻ പറ്റിയ റൂട്ടാണ് കേട്ടോ. അതല്ലാതെ ഈ സ്പോർട്സ് ബൈക്കിൽ ഒരു 5-6 പേര് ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് വിട്ടടിച്ച് പോകാൻ പറ്റുന്ന അങ്ങനത്തെ യാതൊരു സാഹചര്യവും ഇല്ലാത്തൊരു റോഡാണ് കേട്ടോ. വളരെ ഇത് മറ്റേ കല്ലും കട്ടയും എല്ലാം ആയിട്ട്. ADV ആണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നാലും നോക്കിക്കൊണ്ടൊക്കെ പോകണം.
അല്ലെങ്കിൽ പ്രശ്നമാവും. 1.5 മണിക്കൂറോളമായി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഒരു 3-4 ബൈക്ക് അങ്ങേയറ്റം കണ്ടിട്ടുണ്ട്. ഒരു 2 കാറും കണ്ടെന്ന് തോന്നുന്നു, ഒരു ജീപ്പും ഒരു കാറും. അതല്ലാതെ ഒന്നും ഫ്രണ്ടിൽ നിന്നും വരുന്നില്ല, ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്തും പോകുന്നില്ല. ഞങ്ങൾ മാത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് വഴി മോശമായതുകൊണ്ടാണ് തന്നെയാണ് തോന്നുന്നു ഇങ്ങോട്ടേക്ക് അധികം റൈഡേഴ്സിനൊന്നും കാണാത്തത്. കാരണം ഞാൻ ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് ഇവിടം ഇഷ്ടപ്പെടുന്ന ഒന്ന് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ളവർക്ക്, ലോക്കലായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കും ഇതൊരു പ്രോബ്ലമായിട്ട് കാണുന്നത്, വഴി മോശമാണെന്നുള്ളത്. പക്ഷേ എനിക്കെന്തായാലും ഒറ്റ അഭിപ്രായമാണ്, അതായത് വളരെ അണ്ടർ റേറ്റഡായ കുറേ സ്ഥലങ്ങളുള്ള ഒരു ഏരിയയാണ് ഇതെല്ലാം. ഞാനീ പോകുന്ന പോക്ക് വളരെ ആവശ്യത്തിൽ ചെറിയൊരു ആവശ്യപ്പുറത്താണ് സ്പീഡ് കയറ്റിയെടുത്തത് കേട്ടോ. മൊത്തം കുണ്ടും കുഴിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുമാതിരിപ്പെട്ട മൊത്തം സെക്കൻഡ് ആൻഡ് തേർഡ് തന്നെയാണ് അതുപോലെ നോക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി നന്നാണ് ഹീറ്റാവുന്നുണ്ട്. ഇത് സ്ക്രാം 411 അത് അത്യാവശ്യം നല്ലതായിട്ട് ഹീറ്റാവും നമ്മൾ ഇത്രയും പയ്യെ പോകുമ്പോൾ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, സൂക്ഷിച്ച് പോയില്ല ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യപ്പുറത്താണ് വണ്ടി പെട്ടെന്ന് എടുത്തത് തന്നെ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പോക്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അവിടെ നിർത്തുക, അല്ലെ ഇട്ടിട്ട് പുറകോട്ട് ഓടാനൊന്നും പറ്റത്തില്ല, ഓടാൻ ഇടയില്ല, മുഴുവൻ കല്ലും കട്ടുക. അതുകൊണ്ട് വന്നാലേ മനസ്സിലാകത്തുള്ളൂ. വല്ലാത്തൊരു തരം വഴിയാണ് മിക്കയിടത്തും. കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെ കാറുണ്ട്, പക്ഷേ അതല്ലാതെ ബഹുഭൂരിപക്ഷം ഈ പോകുന്ന പോക്കുണ്ടല്ലോ ഇത് തന്നെയാണ്. നമുക്ക് 2 സൈഡ് ശ്രദ്ധിക്കാനും പറ്റത്തില്ല. മൊത്തം കല്ലും കട്ടയുള്ള ഭാഗങ്ങൾ നമ്മൾ എങ്ങനെ നോക്കും? അപ്പുറം ഒരു ഭാഗ്യത്തിന് പോകുന്നതിലങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. വളവും തിരിയും ഓണം പലയിടത്തും. പിന്നെ ഇങ്ങനെ പോകാമെന്നുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് ധൈര്യമായിട്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ ഇനി അടുത്ത കാലത്തെങ്ങും ഈ റൂട്ടിൽ വരില്ല. അത് ഞാൻ തീരുമാനിച്ചു. കാരണം റിസ്ക് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പം ആദ്യം വന്നു, ഇപ്പം ഇന്നാണ് വെച്ചാൽ നേരത്തെ വന്നു, എത്രയൊക്കെ വന്നു, ആനിമൽസിനെ വല്ലതും കാണാമെന്ന് വെച്ച് അതും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന റിസ്ക് ഞാൻ എടുത്തു. ഇതിക്കുള്ള റിസ്ക് എടുക്കാൻ ഇനി ഞാൻ തയ്യാറല്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാകാത്തത്. അങ്ങനല്ല, ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇതിൽ പോകുന്നുള്ള വഴി ഓൾമോസ്റ്റ് ഈ ഒരു സ്ഥലം മൊത്തം കല്ലും കട്ടയും മണ്ണും തന്നെയാണ്. അപ്പോൾ ഈ നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചള്ള പോലെ ആവുകയും കുണ്ടും കുഴിയും കൂടുകയും പിന്നെ പലയിടത്തും നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണുകയും നമ്മളെ ക്രോസായിട്ട് 2-3 സ്ഥലത്തുണ്ട് ഈ വെള്ളം ഒഴുകുന്ന ചാലാന്ന് കണ്ടറിയാം. നമ്മളതിലെ കൂടെ കുത്തിയെടുത്ത് പൊക്കി കയറ്റിയൊക്കെ പോകണം. അപ്പോൾ ഈ കാറാകുമ്പോൾ അടി തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും അതൊരു വാഗണാറും വേറെ ഒരു കാറൊക്കെ പോകുന്നുണ്ട്. അവരെങ്ങനെ ആ ഒരു പോർഷൻ കയറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വെള്ളം അപ്പം ഈ വെള്ളം ഒഴുകുന്ന ഈ പോർഷനെല്ലാം മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുത്തിയൊലിച്ച് വീണ്ടും അവിടെ ഒരു കുഴി രൂപപ്പെടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഇതിൽ ആ സമയത്ത് ഇപ്പം ബൈക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും എടുത്തെടുത്ത് പോകുന്ന നോക്കാം. ഇപ്പോൾ അഡ്വഞ്ചറും ഒക്കെ ആണെങ്കിൽ ഉറപ്പാടും പോകും. R15 പോലത്തെ ബൈക്കുമായിട്ട് വലിയ പാടായിരിക്കും ഇതിൽ. അപ്പം പറയുമായിരുന്നു. അപ്പോൾ അതാ ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ തവണ എപ്പോഴും ഇത്തവണ വന്നപ്പോഴും മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇതിലേക്ക് കൂടെ പോകുമെന്ന്. വലിയ പാടായിരിക്കും. ആ സമയത്ത് മൃഗങ്ങളൊക്കെ കാണാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ അവസാനം നമ്മൾ പുനലൂർ അച്ചൻകോവിൽ മെയിൻ റോഡിൽ വന്നെത്തി. പുനലൂർ അച്ചൻകോവിൽ റോഡ് മെയിൻ റോഡ് അതിൽ വന്നു. വലത്തോട് കാണുന്നത് പുനലൂർ കൊട്ടാരക്കര, ഇടത്തോട് നമ്മൾ നേരെ കാണുന്നത് അച്ചൻകോവിൽ മേക്കര. അങ്ങനെ പൊക്കോളും എന്ന് കരുതി കാട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ കൊടുങ്കാട് കഴിഞ്ഞു എന്നേ ഉള്ളൂ. ഗതാഗത യോഗ്യമല്ലാത്ത ഒരു പാതയിൽ കൂടി നമ്മൾ വന്ന് മെയിൻ റോഡായ പുനലൂർ അച്ചൻകോവിൽ റോഡിൽ ഇറങ്ങി അത്രേ ഉള്ളൂ. പക്ഷേ ഇതും 20 സൈഡും നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഇവിടുന്ന് അങ്ങ് വരെ. പ്രത്യേകിച്ച് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം എല്ലാം ആന ഇറങ്ങാൻ 100% ചാൻസ് ഉള്ള റോഡ്. നമുക്ക് ആന ഉറപ്പായിട്ടും കാണണമെങ്കിൽ രാത്രി ഒരു 7 മണി 8 മണിക്ക് ശേഷം ഈ പാതകളൊക്കെ വന്നാൽ മതി. അല്ലെങ്കിൽ അർദ്ധരാത്രി സമയത്തൊക്കെ വന്നാൽ 100% ഉറപ്പായിട്ടും ആനക്കൂട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും. ചില ഭാഗത്തൊക്കെ ഇടതൂർ നമ്മുടെ തിക്കായിട്ടാണ് തേക്കിൻ കാടുകൾ. കഴിഞ്ഞ അവിടെ പോയപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു, ഇഷ്ടംപോലെ തേക്കിൻ കാടുകൾ കാണാം, കൂപ്പുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഞാൻ ഈ കാട്ടിൽ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ തള്ളാണ്, അല്ലെ മനുഷ്യനെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ചുമ്മാതാണ് എന്ന് വിചാരിക്കരുത്. അത് എൻ്റെ ആ ഒരു പ്രായം കഴിഞ്ഞു പോയി, ചോരത്തിളപ്പിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഞാനൊരു യങ്സ്റ്റർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മച്യൂറായ രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലാതെ ഞാൻ കള്ളം പറയുകയോ ഒന്നുമല്ല. എൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. നമ്മൾ കുറച്ച് മച്യൂരിറ്റിയോടെ ചിന്തിക്കുക, കാമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക ഇത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോൾ. അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. അങ്ങനെ കഥ പറഞ്ഞ് അവസാനം അച്ചൻകോവിലെത്തി. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് യാത്രകളിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും വേണമെന്നൊന്നുമില്ല. വെള്ളം കൂടിയായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലോ, കൂടെ വരുന്നവരെ കൂടെ പരിഗണിക്കണ്ടേ. അവർക്ക് എന്തായാലും നല്ല വിശപ്പും കാണും, ചോറിനണമെന്ന് ആഗ്രഹവും കാണും. മേക്കര അച്ചൻകോവിൽ റോഡ് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കൊണ്ടാണ് കുംഭാവുരുട്ടി വാട്ടർഫോൾസിലേക്കുള്ള ദൂരം. ചോറൂണ് കഴിഞ്ഞ് വേണം ഇനി പോകാൻ. ഇവിടെ ഇപ്പം
അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ മേക്കര വരെ പോകണമെന്നുണ്ട്, തമിഴ്നാട് കേരള ബോർഡർ. ഇനി ചൂട് നല്ല സുഖമായിട്ടുണ്ട്, നല്ല ചൂടാണ്. അത്യാവശ്യം വേർപ്പൊക്കെ തോന്നും. എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് മനുവും ബിജീഷും പറഞ്ഞു, വേണ്ടണ്ണ നമുക്കിപ്പോൾ ചോറുണ്ടണ്ട, നമുക്ക് ആ വാട്ടർഫോൾസ് കൂടെ കണ്ടിട്ട് വരാമെന്ന്. വിശക്കുന്നോ? വിശക്കുന്നുണ്ടോ? ചോറിനോ? വിശക്കുന്നുണ്ടോ? ചോറിനോണോ എന്ന്? എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു. വാട്ടർഫോൾസ് എല്ലാം പോയി കണ്ടിട്ട് തിരിച്ച് അച്ചൻകോവിൽ വന്നിട്ട് ചോറിൻ്റെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഈ പോകുന്ന ഒരിക്കലും ഒന്നിൻ്റെ സ്ഥലത്ത് ഇതുപോലെ നല്ല ചപ്പാത്തുകളുണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നു. അവിടെ എല്ലാം ആൾക്കാർ ഇറങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ കുംഭാവട്ടി വാട്ടർഫോൾസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്ഥലമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച ആയിട്ട് പോലും ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വന്ന വഴിക്കും എല്ലാം ഇതുപോലെയായിരുന്നു. സൺഡേ ആയിട്ട് പോലും ഇവിടെ ആരുമില്ല. ഇതന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നത്. ഇവിടെ അങ്ങോട്ട് ഇടത്ത സൈഡ് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ വെള്ളമില്ല, എല്ലാം വറ്റി വരണ്ട് കിടക്കുക. ആ ഗേറ്റ് ലോക്കും ചെയ്തിരിക്കുക. ഇവിടെ ആരും കാണുന്നുമില്ല. അതിന് തിരിച്ച് ജസ്റ്റ് പുറകിലോട്ടോ വലത്തെ സൈഡിലായിട്ട് 3-4 ചേച്ചിമാരൊരു ഓഫീസൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കില്ല എന്നാ സംഭവം. ഇവിടെ ആരും കാണുന്നില്ല. എന്തായാലും ഞങ്ങളെല്ലാം പയ്യെ തിരിച്ച് അങ്ങോട്ട് ഒന്ന് ചോദിക്കട്ടെ. അതുപോലെ എനിക്കൊരു കാര്യം മനസ്സിലായി, മനുവിൻ്റെ വിജീഷിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് 2 പേരും ഒട്ടും അങ്ങോട്ട് സന്തോഷമല്ല. 2 പേരും നല്ല സൈലൻ്റ് മോഡിലായി. ബോഡി ലാംഗ്വേജ്, സംസാരവും എല്ലാ കാര്യങ്ങളും. പിന്നെ വേറൊരു കാര്യം, കുംഭാവട്ടി വാട്ടർഫോൾസ് വെള്ളമില്ലാത്ത കാരണം അടച്ചിട്ടിരിക്കുക. എങ്ങനെ ഇരിക്കുന്നു? വേനൽക്കാലം തീരാറായെന്ന് പറഞ്ഞാൽ വേനൽമഴ തുടങ്ങിയിട്ട് ഇവിടെങ്ങും മഴയൊന്നും വന്നിട്ടുമില്ല, വെള്ളവുമില്ല. അതാണ് ഈ വഴിക്കെങ്ങും ആരും ഇല്ലാത്തതെന്ന്. എന്തായാലും ഇനി തിരിച്ച് അച്ചൻകോവിലോട്ട് പോവാം. അവിടുത്തെ നിന്ന് ചോറിനണം. ഇനി ഇവരുടെ മൂഡ് ഓഫിന് എങ്ങനെ ഞാൻ മാറ്റിക്കൊടുക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. 2 പേരും നൈസായിട്ട് ബോറടിച്ച് ചത്തിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടിയിൽ ഇങ്ങനെ കാട് കണ്ടു വരുന്നു, അവർക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇനിയിപ്പം ചോറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ലേറ്റ് അയച്ചിട്ടാ, 2:45 കേട്ടോ. ഊണുണ്ടോ ചേട്ടാ? ഇല്ല, അടിപൊളി. ചേച്ചി ഊണുണ്ടോ? ചേച്ചി ഉണ്ടോ? യെസ്. ആ ടി വി നോക്കി. കരയാൻ റെഡിയായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മളെ അതും ഇതും പറഞ്ഞ് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കത്തില്ലേ, അതുപോലെ ഞാൻ ഒത്തിരി ശ്രമിച്ചു ഇവരുടെ ശ്രദ്ധ മാറ്റാൻ. പക്ഷേ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറമേ ചിരിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന മനുവിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എൻ്റെ സമയം, എൻ്റെ പൈസ എല്ലാം പോയാച്ച്. മനുവിൻ്റെ വിനയം കൊണ്ട് ചുരുക്കുവരണേ. ഉച്ചയൂണിന് ശേഷം അച്ചൻകോവിലെ പ്രസിദ്ധമായ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൽമരത്തറയിൽ വിശ്രമിക്കാനായി മനുവും വിജീഷ് കുമാർ ടിവിയും കിടന്നു. അവരെ കിടപ്പ് കൊണ്ടുമ്പോൾ സത്യത്തിൽ എനിക്ക് നല്ല വിഷമം തോന്നി. മറ്റൊന്നുമല്ല, ഈ ആൽമരത്തറയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയാണോ ഈ പണ്ടാരക്കാലം ഞങ്ങളെ കോട്ടയത്തു നിന്ന് കെട്ടി എഴുന്നള്ളിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് എന്നായിരിക്കും അവരുടെ മനസ്സിൽ. വിശ്രമമൊക്കെ കഴിഞ്ഞു, തൊട്ടടുത്ത് പോയി കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ അച്ചൻകോവിലിനോട് വിട ചൊല്ലുന്നു. ഇനി ഇവിടുന്ന് നേരെ പുനൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ആനയെ കാണും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ആനയെങ്കിലും കണ്ടില്ലെങ്കിൽ ഇവർ എൻ്റെ കൂടെ, ഈ പാവങ്ങൾ 2 പേരും ബോറടിച്ച് മരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് 2 പേരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പറച്ചിലൊന്നും ഒരു എനർജി ഇല്ല വോയിസിന്. അതുകൊണ്ട് ആനയെങ്കിലും കണ്ടാൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനമാവും ഇവരുടെ കാര്യത്തിൽ. അങ്ങനെ ഒടുവിൽ ആനയെ കണ്ടു. ആ വിഷമം ഒന്ന് മാറിക്കിട്ടി. പുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുക കേട്ടോ, പുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുക. അല്ലെങ്കിൽ ആ കളറല്ല തൊന്നിരിക്കും. ആ വിഷമം മാറിയില്ലേ? വിഷമം മാറിയില്ലേ? അപ്പോയിൻമെന്റ് കിട്ടി. ഇനി കുഴപ്പമില്ല, കഴിഞ്ഞു. ആനയുടെ അപ്പോയിൻമെന്റ് ആന പാലിച്ചു. അങ്ങനെ ഏതായാലും ആനയെ കാണാൻ പറ്റി. ഫൈനലി ഞങ്ങളുടെ മനുവിൻ്റെ മുഖത്ത് നല്ലൊരു ചിരി വളർന്നു അവസാനം. പക്ഷെ അപ്പോഴും വിജീഷ് കുമാർ ടി വി ഇങ്ങനെ നിർഗുണനായി നിർവികാരനായി മേലോട്ട് നോക്കി നിൽപ്പുണ്ട്. ചേട്ടാ, ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണോ? അത് ആന ഇറങ്ങുന്ന സ്ഥലമാണോ? ഈ സമയത്തൊക്കെ ഇറങ്ങുമോ? വഴി വരുമോ അതോ ഇവിടെയൊക്കെ ഉള്ളോ? വഴിയും കാണും. നിങ്ങളൊക്കെ എവിടെ താമസിക്കുന്നത്?
അതെവിടെ ഇവിടെ തന്നെയാണോ? അല്ല കാടിനകത്താണോ? ഞാനിപ്പോൾ അപ്പുറം ആനയെ കണ്ടു, ഇതിൻ്റെ അങ്ങേയറ്റത്ത്. ഈ എനിക്കൊരു 4-5 കിലോമീറ്റർ അപ്പുറം ആന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്തെ ആ പാലത്തിൻ്റെ അവിടെ ആന ഇറങ്ങുമോ? അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു ഈ സമയത്ത് 5 മണിയാകുമ്പോൾ അതിലെ വന്നാൽ മതി, കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ആണോ? നാട്ടെ തുറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, തുറ. എന്തിനാ മുന്നിൽ വിട്ടിങ്ങി പോരുന്നത്? എന്തിനാ വിട്ടിങ്ങി പോരുന്നെന്ന് മുമ്പേ കണ്ട ആ ചേട്ടൻ പറഞ്ഞത് ഈ പാലത്തിനടുത്തായിട്ട്, ഇവിടെ അപ്പുറം ഒരു പാലമുണ്ട്, അതിനടുത്തായിട്ട് ആന ഇഷ്ടം പോലെ കാണുമെന്ന് പറഞ്ഞു ഈ വൈകുന്നേരങ്ങളിൽ. അപ്പം ഞങ്ങൾ ഈ പാലത്തിൻ്റെ അടിയിലും അപ്പുറം എല്ലാം വന്ന് നോക്കി, ഇവിടെ ഒന്നും ആനയൊന്നും കണ്ടില്ല. കോന്നിയിൽ നിന്ന് അച്ചൻകോവിൽ വരെ വന്നു, അച്ചൻകോവിൽ തിരിച്ചു പോന്നു. ഇത്രയും നേരമായിട്ടും ഒരാൾക്കൂട്ടത്തെ ഞാൻ ഇതുവരെ കണ്ടില്ല. അതായത് നമ്മളിപ്പോൾ ഞാൻ എവിടെയെല്ലാം യാത്ര പോകും, നമ്മൾ എവിടെ പോയാലും ചെറുപ്പക്കാരുടെ ബഹളമാണ്. എല്ലാ ടൈപ്പ് പ്രായക്കാരും ഉണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അത് പയ്യന്മാരുൾപ്പെടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ സൺഡേ ആയിട്ട് ഇത്രയും നേരമായിട്ടും ഞാൻ ആ ആനയെ കണ്ട ആ ഒരു ഭാഗത്തൊരു 10-15 പേരെ കണ്ടു, കൺകുളിർക്കെ കണ്ടു 10-15 പേരെ. അതല്ലാതെ അവരൊക്കെ ക്യാമറയും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും, പക്ഷെ ഇതല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു റൂട്ടിൽ ഇത്രയും നല്ല സ്ഥലങ്ങളിൽ കാടും മേടും മഞ്ഞും മലയൊന്നും ഇല്ലെന്ന്, മല ഉണ്ട്, മഞ്ഞില്ല, അല്ലെ തണുപ്പില്ല എന്നുള്ളേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ബൈക്ക് ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ബൈക്കില്ലാത്തത്? ഈ സൺഡേ ആയിട്ട് ഒരു ഫ്രീ ടൈമിൽ ഇത്രയധികം ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇവിടെ ആരും വരുന്നില്ല? ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണെന്ന് ഞാൻ പറയും, ഒരു കണക്കിന്. കാരണം മാലിന്യമുക്തമാണ് ഈ സ്ഥലങ്ങൾ ഞാൻ നോക്കിയിട്ട്, പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും വെക്കാം. എങ്കിൽ കൂടെ ഞാൻ ചോദിച്ചു പോവുകയാണ്, എന്തുകൊണ്ടായിരിക്കാം ഇത്രയും നല്ലൊരു സ്ഥലത്ത്, ഇപ്പം മാമ്പഴത്തറ ഞാൻ നല്ല ആശ്രയം പോയപ്പോഴും എങ്ങും ആളില്ല, ഒരു ദിവസം ചെന്നിട്ടൊന്നും. എനിക്കറിയത്തില്ല എന്താണെന്ന്. അപ്പം നമ്മൾ കിഴക്കോട്ട് എവിടെ പോയാലും അറിയാമല്ലോ അവസ്ഥ, എവിടെ പോയാലും എപ്പോൾ പോയാലും തിരക്കും, ആൾക്കാർ ആളും ബഹളമാണ്. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഈ അച്ചൻകോവിൽ റൂട്ടിൽ ഇത്രയും ഭാഗത്ത്, ഈ പുനലൂർ ടു അച്ചൻകോവിൽ റൂട്ടാണെങ്കിൽ ശരി, എങ്ങും ആരും ഇല്ല? അതെന്താണെന്ന് എനിക്ക് ഒട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായിരിക്കാം എന്ന് കൊല്ലത്തുകാർക്കത് അറിയാമെങ്കിൽ ഒന്ന് പറയുക. കാരണം നിങ്ങൾക്ക് ഇവിടെ കൊല്ലത്തെ തെന്മല, പിന്നെ റോസ്മല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ യൂട്യൂബിൽ കാണാം. പക്ഷേ ഞാനിവിടെ എല്ലാം വന്നിട്ട് ഈ മാമ്പഴത്ത റോഡിൽ ആ ചാലിക്കര ഭാഗത്തൊക്കെ എന്തോ ഒരു നല്ല റോഡും എന്തോ ഒരു മനോഹര സ്ഥലങ്ങളുമാണ്. പക്ഷേ ഒരു മനുഷ്യജീവികളില്ല എന്ന് പറയണം യാത്രക്കാരായിട്ട്. കൊല്ലംകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതെന്തുകൊണ്ടായിരിക്കാം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിപ്പം രാവിലെ കാട്ടിലൂടെ വന്ന് അച്ചൻകോവിൽ പുനലൂർ റോഡിൽ വന്നിറങ്ങിയ ആ സ്ഥലത്തെത്തിയാണ്, കടമ്പുംപാറ. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇവിടുന്ന് അങ്ങോട്ട് ആർക്കും കയറി പോകാമെന്നാണോ? അതായത് ഈ സ്ഥലത്തുനിന്ന് വലത്തേക്ക് ഞങ്ങൾ രാവിലെ വന്ന ആ ഫോറസ്റ്റ് റൂട്ടാണിത്. അതിന് അങ്ങേ ഉണ്ടെന്ന് പറയുന്നത് ഞാവനാൽ ചെക്ക് പോസ്റ്റാണ്. അവിടുന്ന് നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് 100 കൂട്ടം ചോദ്യങ്ങളും, പോകണോ, നിങ്ങൾ പോകണോ, എന്തിനാ പോകുന്നത്, അങ്ങനത്തെ ഒരു ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടുന്ന് കയറ്റി വിടുന്നത് തന്നെ. അതായത് പോയാൽ ഇച്ചിരി പ്രശ്നമോ, നിങ്ങൾ സൂക്ഷിച്ച് പോകണം. പക്ഷേ എന്തുകൊണ്ട് തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല? ഇവിടെ ചെക്ക് പോസ്റ്റുകളൊന്നുമില്ല. ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നമുക്കിപ്പോൾ ഇവിടുന്ന് വേണേൽ വലത്തോട്ട് കയറി പോകാം, ആരും തടയാനില്ല. എന്തായാലും ഈ ഒരു യാത്രയോടുകൂടി എനിക്ക് ഈ റൂട്ട് മൊത്തത്തിലൊന്ന് മനസ്സിലായി, ഇതെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. ഞങ്ങൾ വന്നത് രാവിലെ കോന്നിയിൽ നിന്ന് ഞാവനാൽ ചെക്ക് പോസ്റ്റ് വഴി ഈ റോഡിൽ വന്ന് ചാടി, അതായത് അച്ചൻകോവിൽ പുനലൂർ റോഡിൽ വന്ന് ചാടി. ഇത് മറിച്ചുണ്ട്, അതായത് കോന്നിയിൽ നിന്ന് നേരെ പത്തനാപുരം വന്ന് പത്തനാപുരത്തു നിന്ന് 27 കിലോമീറ്റർ അലിമുക്കിൽ നിന്ന് നേരെ പോകുന്നത് പുനലൂർ. ഇപ്പം നമ്മൾ ഈ റൂട്ടിൽ നമ്മൾ പോകുന്നത് നേരെ അലിമുക്കിലാണ് ചാടുന്നത്. അതിന് ഉണ്ട് ഇവിടുന്ന് ഒരു 10-27 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടുന്ന് നേരെ അലിമുക്കിൽ ചാടുന്നു, അവിടുന്ന് ഇടത്തോട് പുനലൂർ പോകുന്നു. ഇതെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. എനിക്ക് ഇന്ന് ഈ ട്രിപ്പോടുകൂടിയാണ് റൂട്ട് കൃത്യമെല്ലാം മനസ്സിലായതാലും. പോകുന്ന വഴിക്ക് കണ്ടമാനം ഭംഗിയുള്ളൊരു തേക്കിൻ കാട്. ഇനി ഇവിടെ ഇറങ്ങി കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ഒരു കാര്യമുണ്ടോ, ഒരു കണക്കിന് നല്ലത് സോളോ റൈഡിങ്ങിന് പറ്റിയ സ്ഥലങ്ങൾ ഇതെല്ലാം. ഒരു മനുഷ്യക്കുഞ്ഞുപോലും ഇല്ല, കഴിവതും എങ്ങും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇതിലെല്ലാം ബൈക്കോടെ ഇങ്ങനെ ഇതിലേക്ക് പോവുക, എവിടെയെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇത് കൂടുതൽ എന്നാ വേണം? ആരുടെ ശല്യമല്ലോ കേട്ടോ, സത്യം പറയല്ലോ. കാര്യം അണ്ടർ റേറ്റഡ് ഒക്കെയാണ് ഈ ഏരിയ കംപ്ലീറ്റ്. ഇതും മാമ്പഴത്തറ, ചാലിക്കര റൂട്ടെല്ലാം കംപ്ലീറ്റ്ലി അണ്ടർ റേറ്റഡ് ആണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇങ്ങനെയൊരു സുഖമുണ്ട്, നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ എവിടെയൊക്കെ പോയി കുത്തിപ്പിടിച്ചിരിക്കാം. ഇവിടെ മണ്ണാരപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് കണ്ടു. നമ്മൾ ഞാവനാലിൽ നിന്ന് കാട്ടിൽ കൂടെ വരുമ്പോൾ തന്നെ അവിടെ ആ പാലം കഴിയുമ്പോൾ ഒരു മണ്ണാരപ്പാറ
അൻപർ എന്തോ ഒരു ഫോറസ്റ്റിൻ്റെ ഏതോ ഒരു വേറെ സെക്ഷനാണ് ഓഫീസ്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടാണ് ശരിക്കും ഫോറസ്റ്റ് സ്റ്റേഷൻ. മണ്ണാരപ്പാറ എന്നായിരിക്കും അപ്പോൾ ഈ ഏരിയയുടെ പേരല്ലേ. ലാസ്റ്റ് ടൈം വന്നപ്പം മാമ്പഴത്തറയ്ക്ക് പോകുന്ന വഴി കണ്ട അതേ സൈറ്റിങ്സാണ് ഇവിടെ എല്ലാം. മൊത്തം എവിടേക്കോ കൈതച്ച കൃഷി അതും ഇതും ഒക്കെ, മൊത്തം പച്ചപ്പും ഇതും ഒക്കെ രസം കേട്ടോ. നല്ല മഴയും കൂടെ തുണയും കഴിയുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഭംഗി. വീണ്ടും ഞാൻ പഴയ പല്ലത് തന്നെ പറയേണ്ടി വരും. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ ആൾ വരുന്നില്ല, ഇതാണ് എനിക്ക് ചോദ്യമായിട്ട് വരുന്നത്. പിന്നെ നന്നായി ഒരു കണക്കിന് നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് അതിലേക്ക് ഇങ്ങനെ പോകാം, ആരുടെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ. സന്ധ്യ ആയപ്പോഴത്തേക്കൂടെ എന്താ ഭംഗി നോക്കി, ആ വെട്ടവും ആകാശത്തിൻ്റെ കളറും എന്ത് രസവും നോക്കി. നമുക്ക് മനസ്സിങ്ങനെ വല്ലാതെ ഒരു ആദരവാകുന്നൊരു അവസ്ഥ. എന്താ ഒരു ഫീലിങ്. അസ്തമയ സൂര്യൻ ഒളിച്ച് കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. കുറച്ചു നേരം തെളിഞ്ഞിരിക്കും, പിന്നെ പാത്തിരിക്കും, പിന്നെ പയ്യെ പൊങ്ങി വരും. എന്താ ലൈറ്റിങ് ആ സമയത്ത് ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടിപൊളി. ഏക്കർ കണക്കിന് കൈതക്കൃഷിയാണ് ഇവിടെ മുഴുവൻ, 2 സൈഡിലോട്ട് ഏക്കർ കണക്കിന് അങ്ങ് നീണ്ടു അങ്ങ് കിടക്കുക കിലോമീറ്ററുകളോളം. അത് കഴിയുന്ന പുറകാണ്ട്ര 2 സൈഡും റബ്ബർ കൃഷി, 2 സൈഡ് റബ്ബർ കൃഷി, ഒപ്പം വാഴത്തോട്ടങ്ങൾ നിറച്ചം കിടക്കുന്നു. എന്താ പച്ചപ്പ്. ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത് വേനൽക്കാലം തീരുന്ന സമയത്ത്, അതായത് മഴക്കാലം തൊട്ട് മുമ്പായിട്ടാണ്. വേൽമഴയൊക്കെ കോട്ടയത്തും ഭാഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മഴ പെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പച്ചപ്പിന് ഒരു കുറവില്ല. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ മഴക്കാലം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് അടുത്ത ഡിസംബർ ജനുവരി വരെ എന്തായിരിക്കും ഈ സ്ഥലത്തെ ഭംഗി. മഞ്ഞില്ല എന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഈ എറണാകുളം ഭാഗത്ത്, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള ഇടുക്കി ജില്ലക്കാരാണെങ്കിൽ പോലും റൈഡേഴ്സൊക്കെ ഉള്ളവർ നിങ്ങൾ വണ്ടി എടുത്ത് ബൈക്കും ഒക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വരിക. 1-2 ദിവസം ഇവിടെയൊക്കെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് ഇതിലൊന്ന് കണ്ട് അനുഭവിച്ചു പോവുക. അതുപോലത്തെ സ്ഥലങ്ങളാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ആളും അനക്കവും വളരെ കുറവാണ്. ഇവിടുത്തെ ആൾക്കാർ, ഈ താമസക്കാരല്ലാതെ വലിയ ശല്യമില്ലെന്ന് തന്നെ പറയാം. ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്തൊന്ന് പോകും. ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് പോകുക നിങ്ങൾ. അങ്ങനെ നമ്മൾ വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലെത്തി. ഇവിടുന്ന് ഇനി 14 കിലോമീറ്റർ ഉണ്ട് അലിമുക്കിന്. ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്ന് സൈൻ ബോർഡ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇവിടം വരെ ഒന്ന് കയറി വന്നായിരുന്നു. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോയെന്ന്. അപ്പോൾ ഞാൻ ഇച്ചിരി പയ്യെ പോവുകയാണ്. മനുവും വിജീഷും ഫ്രണ്ടിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇനി ഫ്രണ്ടിൽ പോകരുത്, എൻ്റെ കൂടെ വരണമെന്ന്. അവരെന്തോ വണ്ടി വിട്ട് പോയങ്ങ്. എനിക്ക് ശരിക്കും തോന്നുന്നത് ലാസ്റ്റ് നിമിഷമായി, ഇനിയിപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്തേക്കാൻ പെട്ടെന്ന് വന്നതോ മുതലായില്ല എന്നാണ് തോന്നുന്നു രണ്ടുപേരുടെയും മനസ്സിൽ. അവർക്ക് ശരിക്കും ബോർഡമായിരുന്നു തോന്നുന്നു ഈ ഒരു ട്രിപ്പ്. ഇനിയിപ്പോൾ അവരെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. ഞാനാകുന്ന പറഞ്ഞിട്ടുണ്ട് കാട്ടിൽ പോയാൽ എന്തായിരിക്കും എങ്ങനെയാണെന്നൊക്കെ വർഷങ്ങാട് ഞാൻ പറയുന്ന. അത് കേട്ടിട്ടാണ് അവർ വന്നത്. അത് എത്രത്തോളം അവരെ എക്സ്പെക്റ്റേഷൻസ് മീറ്റപ്പ് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ 2 പേർക്കും അങ്ങോട്ട് ഒത്തുപോകാൻ പറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കാട്ടിൽ പോകുന്നു, ആനിമൽ സൈറ്റിങ്സ് ഉണ്ടാകുന്നു, അതൊക്കെ ഒരു എന്താണ് പറയുന്നത്, ഒരു ചാൻസ് മാത്രമാണ്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമായിരിക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്തൊരു ചിലപ്പം കാട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ആന നിൽക്കുന്നു, കുറച്ചും കൂടി വരുമ്പോഴത്തേക്ക് ഒരു കാട്ടുപോത്ത് നിൽക്കുന്നു, കുറച്ചും കൂടി വരുമ്പോഴത്തേക്ക് അവിടെ പുലി നിൽക്കുന്നു, അല്ല കുറച്ചും കൂടി വരുമ്പോഴത്തേക്ക് മാൻ നിൽക്കുന്നു. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നടപ്പുള്ള കാര്യമല്ലോ. അങ്ങനല്ല കാട്ടിൽ പോകുമ്പോൾ. അതിപ്പം നമ്മളത് എൻജോയ്മെൻറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതിനെക്കുറിച്ച് കാടും വീടും പ്രകൃതിയൊക്കെ അതിനെ ആ ഒരു ഡീപ്പായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ഇപ്പോൾ ഉള്ളവർക്കത് കുഴപ്പമില്ലായിരിക്കാം. അല്ലാതൊരു എൻജോയ്മെൻറ്റ് അങ്ങനെ ഒരു രീതിയിൽ ഒരു പ്ലഷർ ട്രിപ്പ് മോഡിൽ വരുന്നവർക്ക് ഭയങ്കരമായ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ഇങ്ങനൊരു ഉൾക്കാട്ടിലോട്ടൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഇതിപ്പോൾ ഉൾക്കാടൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടെ രാവിലെ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഗതാഗത യോഗ്യമല്ലാത്ത, ട്രാൻസ്പോർട്ടേഷൻ തീരെ ഇല്ലാത്ത ഒരു റോഡ് തന്നെയായിരുന്നു ആ കാട്ടിൽ കൂടെ വന്നത്, ഞാവനാലിൽ വന്നത്. അതുപോലൊക്കെ തന്നെ നമ്മൾ കാട്ടിൽ ട്രക്കിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ വല്ലതിനെ കണ്ടാൽ കണ്ടു ഇല്ല. പകരം നമ്മൾ പ്രകൃതിയും കാടും മേടും എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത് വരണ്ട ഒരു കാടാണ്, മഴക്കാടുകളല്ല. അതുകൊണ്ട് തന്നെ തണുപ്പില്ല. അതൊക്കെ ആയിരിക്കാം നമ്മളെ പ്രതീക്ഷകൾ തെറ്റിക്കുന്നത്. അതേസമയം നമ്മൾ തേക്കടി ഭാഗത്ത് അല്ല വയനാട് ഭാഗത്ത് അല്ല നമ്മുടെ കിഴക്കുള്ള വേറെ ഏത് കാട്ടിലേക്ക് പോയാലും, വെസ്റ്റേൺ ഘാട്സിൽ എവിടെ പോയാലും നമുക്ക് തണുപ്പും മഞ്ഞും മലയൊക്കെ ആണ്. അത് ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കണ്ണുകൾക്ക്. ഒരു പക്ഷേ ഇവരെ കൊണ്ട് ഞാൻ തേക്കടിയിലെ കാട്ടിലെ ട്രക്കിങ്ങിന് പോയിരുന്നെങ്കിൽ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ഇവരുടെ ആ ഒരു റിയാക്ഷൻ. അത് ഞാൻ കാണിച്ചൊരു മണ്ടത്തരമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പറ്റിപ്പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും. ഒടുവിൽ നമ്മൾ അലിമുക്കെത്തി. കോന്നി പത്തനാപുരം പുനലൂർ റൂട്ടിലാണ് അലിമുക്ക്. ഈ അലിമുക്കിൽ നിന്ന് 6-7 കിലോമീറ്റർ ഉണ്ട് പുനലൂരിൽ. അപ്പോൾ ഇന്ന് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ അവരുമായിട്ട്
മാമ്പഴത്തറയൊക്കെ പോകാനാണ് എൻ്റെ പ്ലാൻ. ഇനി അവർക്ക് എന്താണ് മനസ്സിരിപ്പെന്ന് എനിക്കറിയത്തില്ല. രണ്ടുപേര് ഫ്രണ്ട് വിട്ട് പോയിട്ടുണ്ട്. ഒരു 7 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുനലൂരെത്തി. അവിടെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഞങ്ങൾ റൂം സ്റ്റേക്ക് വേണ്ടി എടുത്തത്. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വല്ല കഴിക്കാമെന്ന് വെച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് താഴേക്ക് കുറച്ച് സൗണ്ട് പാട്ടൊക്കെ കേൾക്കുന്നു. ഞങ്ങൾ പോയി അങ്ങോട്ട് ചെന്നപ്പോൾ അതൊരു ട്രൈബൽസിൻ്റെ ചെറിയൊരു ടെമ്പിൾ, അതിൻ്റെ ഒരു ഉത്സവം ആഘോഷങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ട് അവർ ഞങ്ങളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങളൊരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നു. അവിടെ ഞങ്ങൾക്ക് ചോറും കറികളൊക്കെ തന്നു. അങ്ങനെ ഡിന്നർ അവിടെ നിന്നായിരുന്നു. അതുമെല്ലാം കഴിച്ച് കുറച്ച് ഞാൻ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ പിന്നെ പയ്യെ റൂമിലേക്ക് പോയി. ഇനിയൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഞാനിപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ? ഇല്ല, ഞാനിപ്പം നിൽക്കുന്നത് പത്തനംതിട്ടയിലെ കുമ്പഴ എന്ന സ്ഥലത്തു നിന്നും ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 1 മണിയായപ്പോൾ സമയത്തേക്ക് മനുവിൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു, അർജൻറ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരണമെന്നും പറഞ്ഞ്. അപ്പോൾ ഓൾറെഡി ഒരു ഫെഡപ്പായിട്ട് മനസ്സുമെടുത്തിരിക്കുകയായിരുന്നു ഈ യാത്ര മുതലാകാതെ. അതിൻ്റെ പുറത്ത് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് അതുകൊണ്ടുകൂടെ ആയിരിക്കാം അവർ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരോട് തിരിച്ച് നാട്ടിലേക്ക് പോയി, കോട്ടയത്തിന് പോയി. ഞാൻ അവർക്ക് വേണ്ടിയാണ് ട്രിപ്പ് വന്നത്. അപ്പം മാമ്പഴത്തറയ്ക്ക് പിറ്റേന്ന് പോകണമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ അവരില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാനൊരു തിരിച്ച് വെറുതെ ഈ പതിവ് പോലെ പത്തനംതിട്ട വഴി ചാടി എംസ് റോഡ് ചെന്ന് ചങ്ങനാശ്ശേരി തരുമില്ല എന്ന് പറഞ്ഞ് കോട്ടയത്തിന് പോയതിന് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ കുമ്പഴയിൽ നിന്ന് നേരെ ശബരിമല റൂട്ടിലേക്ക് കയറി. പക്ഷേ ഞാൻ വെറുതെ ഒരു രസത്തിൽ ശബരിമല വഴി കോട്ടയത്തിന് പോകാം എന്നും പറഞ്ഞാണ് വന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി സ്ഥലങ്ങൾ. അതായത് അന്യായ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ നീണ്ടു നിവർന്ന കിടക്കും. ഇവിടെ ഈ പറഞ്ഞ തന്നെ മനുഷ്യവാസമുണ്ട്, പക്ഷേ നിശബ്ദത. എന്താ സ്ഥലങ്ങളാണ് പോകുന്ന വഴി. മഴക്കാലമായിട്ട് വേണം എനിക്ക് ഒന്നുകൂടി ഇവിടോട്ട് വരാൻ. നിങ്ങൾ ഈ സ്ഥലം കണ്ടോണേ. ഈ സ്ഥലമെല്ലാം ഈ പറഞ്ഞ പോലെ മുഴുവൻ കൃഷിയാണ്, കൈതക്കൃഷി ഏതാണ്ട് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി പോയാൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിക്കുന്നു. എന്താ ഭംഗിയെന്നറിയോ ഇത്. ഞാൻ എന്തായാലും ഒന്ന് തിരിച്ച് പയ്യെ താഴോട്ട് ഒന്നുകൂടെ പോവാം. എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം. ഞാനൊരു രസത്തിന് കോട്ടയത്തിന് പോകുന്നത് ശബരിമല വഴി ആയിക്കോട്ടെ എന്ന് വെച്ച് വന്നതാണ്. അത് ഇത്ര ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്താ സ്ഥലം ഇതൊക്കെ. ഞാൻ ഇത്രയും എൻ്റെ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു ദൂരമൊന്നുമില്ല. ഇതിപ്പം കുമ്പഴ, തിരുവല്ല, ചങ്ങനാശ്ശേരി അങ്ങോട്ട് പോവുക. ചങ്ങനാശ്ശേരി ചിങ്ങവനാവും എൻ്റെ വീട്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇത് മൊത്തം ഒന്നുകൂടെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആഹാ, വിട്ടില്ല ഞാൻ. ഞാനിപ്പം ശബരിമല റൂട്ടിലേക്ക് പോകുന്നത് കുമ്പഴയിൽ നിന്ന് മൈലപ്ര, കുമ്പളാംപൊയ്ക, വടശ്ശേരിക്കര, പെരുന്നാട് വഴിയാണ്. ഈ റൂട്ടിൽ തന്നെയാണ് ഈ പത്തനംതിട്ട ഭാഗത്തുനിന്ന് വരുന്നവർ ഗവിയിലേക്ക് പോകുന്നത്. ഗവിക്ക് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ പോയിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ വടശ്ശേരിക്കര, ചിറ്റാറ്, സീതത്തോട് അങ്ങനെയാണെന്ന് തോന്നുന്നു ആങ്ങമൂഴിക്ക് പോകുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നില്ല, അങ്ങനെ തന്നെയാണ്. ചിറ്റാറ്, സീതത്തോട്, ആങ്ങമൂഴി നിന്നാണ് നമുക്ക് ഗവിയിലേക്കുള്ള എൻട്രി പോയിന്റ്. ഞാൻ ഇതുവരെ ഗവിക്ക് പോയിട്ടില്ല. ഇതാണ് ലാഹ ടൗൺ. ഈ ശബരിമല എയർപോർട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ലാഹ എസ്റ്റേറ്റിനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളൂ. അതാണ് ഈ സ്ഥലം. ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഇനി നിലയ്ക്കലിന്. നിലയ്ക്കലിൽ നിന്ന് കുറേ ദൂരമുണ്ട് ശബരിമലയ്ക്ക്. ഞാൻ ശബരിമല ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ ഇപ്പം നിൽക്കുന്നത്
പെരുന്നാട് പാലത്തിലാന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഈ ഒരു സൈറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടങ്ങ് ഇറങ്ങുന്ന വീഡിയോ എടുക്കുകയാണ് ചുമ്മാ. എന്ത് രസമല്ല ഇവിടെയൊക്കെ, അടിപൊളി. അയ്യോ, ഇത് പമ്പയാറായിരിക്കുമോ അതോ മണിമലയാറായിരിക്കുമോ? ആരെങ്കിലും അറിയാത്തവരൊന്ന് പറയണേ. നമ്മളിപ്പോൾ റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ പ്രവേശിച്ചു. ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പം കുറേ കാടൊക്കെ ആയിരിക്കാനാണ് ചാൻസ്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ ഈ അടുത്ത സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആദിവാസി കുടികൾ, ചെറിയ ചെറിയ കുഞ്ഞ് ഷെഡ് പോലെ, അത് തീരെ കട്ടി കുറഞ്ഞ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടാണ് അത് പണിതിരിക്കുന്നതിന് ഒന്നിനും ഉറപ്പൊന്നുമില്ല. ഇവരൊക്കെ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഈ ആനയെല്ലാം ഉള്ള ഈ കാടുകളിൽ എങ്ങനെ ഇവരിതൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് കഷ്ടം തോന്നുന്നത് കാണുമ്പോൾ. ഇവിടെ എല്ലാം ബോർഡൊക്കെ ഉണ്ട്, ആന ഇറങ്ങുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞേ. കഷ്ടം തോന്നുന്നത് കാണുമ്പോൾ. ആ ബോർഡ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ താമസ സ്ഥലത്തിന് ഇടയ്ക്കൂടെ ആന വരുമെന്നല്ല ഇതിൻ്റെ അർത്ഥം അല്ലേ? ഭയങ്കരം തന്നെ. എന്തായാലും നമുക്കൊക്കെ ഇതെല്ലാം അറിയണോ? ചുമ്മാ ആയിരുന്നു തിന്ന് കുടിച്ച് നടക്കുന്നു. തിന്നിട്ട് പല്ലടയിൽ കയറി കഴിയുമ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറമുള്ളവൻ്റെ കുറ്റവും കണ്ടുപിടിച്ച് എന്താ അല്ലേ? ഈ എന്തൊരു തരംതിരമല്ലേ? ഇവരൊക്കെ വീടുകൾക്കൊന്നും ഒരു സേഫ്റ്റി ഇല്ല, ഒന്നുമില്ലെന്ന് തന്നെ പറയാവുന്നേ. ഇതുകൊണ്ട് ഒരുമാതിരി എന്താണ് പറയേണ്ടത്, ഇപ്പം മതിലില്ല, ഗേറ്റില്ല, ആനയെല്ലാം വരുന്നെന്ന് പറയുന്ന സ്ഥലത്ത് അവർ ജസ്റ്റ് ഒരു ഈ വേലിക്കെട്ടെന്ന് പറഞ്ഞാൽ ഇവരെ തടി കൊണ്ടുള്ള വേലിക്കെട്ടിലും കാര്യങ്ങളാണ്. എനിക്ക് ഇവരെ അങ്ങോട്ടൊക്കെ കയറി ചെന്ന് ഇവരെയൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇനി അവർ നമ്മൾ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നും എനിക്കറിയില്ലല്ലോ. ഇനി അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമോ നമ്മളിതെല്ലാം കൂടെ ക്യാമറ ചെയ്തു എല്ലാവരും കൂടി ചെല്ലുന്നത്. എനിക്ക് ചെല്ലണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെന്നല്ലാതെ ആ വീടിൻ്റെയൊക്കെ ഇത് നോക്കി ഒരു ബലവും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഒരു അനക്കവും ഇല്ല. ഈ പിള്ളേരൊക്കെ എവിടെയാണ് കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നത്? കുഞ്ഞുങ്ങളുണ്ട്, മിക്കവരിലും ഞാൻ കണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്തെങ്കിലും ട്രൈബൽസിനൊക്കെ ഉള്ള സ്കൂളുമൊക്കെ കാണുമായിരിക്കും അല്ലേ? ഈ ഭിത്തി എന്ന് പറയുന്നത് വെറും മുളയാണ്, മുഴുവൻ മുള കൊണ്ടാണ് ഒരു ഭിത്തി എന്ന് പറയുന്നത്. അതെങ്ങനെ അതുകൊണ്ട് അതിനകത്ത് എനിക്കറിയില്ല ഒന്നും. ഇപ്പോൾ സമയം 12:05 നല്ല പൊരിഞ്ഞ വെയിലായിട്ടുണ്ട്. ഇതിലെ ബസ് സർവീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഒരു 1-2 വട്ടം KSRTC ബസ് കണ്ടു കേട്ടോ. അത് ഏത് റൂട്ടാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. കോന്നിന്നും പറഞ്ഞാണ് ബോർഡ് കണ്ടതിൻ്റെ എതിരെ വന്നത്. അത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഈ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴിക്ക് ചെങ്ങര എന്നൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ചെങ്ങര എന്ന് വലത്തോട്ട് പോയാലും ഇവിടെ ചെല്ലാം, കോന്നിക്കല്ല, 16 കിലോമീറ്റർ. അതുപോലെ തന്നെ നമ്മളിപ്പം പാസ് ചെയ്ത് പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ, ആ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടുന്ന് വലത്തോട്ട് പോയാലും കോന്നിക്കല്ല, അത് 44 കിലോമീറ്റർ. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ശരിക്കും കാട്ടിൽ കൂടെ ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം ശബരിമലയ്ക്ക് നിലയ്ക്കലിൻ്റെ തൊട്ട് മുമ്പായിട്ടാണത്. അപ്പം നിലയ്ക്കലിൻ്റെ തൊട്ട് മുമ്പെന്ന് പറയുമ്പോൾ വലത്തെ സൈഡ് ഇടത്തെ സൈഡും എല്ലാം കൂടും കാട് തന്നെയാണ്, ശബരിമല വനങ്ങൾ. അപ്പോൾ ആ റൂട്ട് ഒരു അടിപൊളി റൂട്ടായിരിക്കും. അതും അധികം താമസിയാതെ ഞാനൊന്ന് അതിലേ കോന്നിക്ക് പോകുന്നുണ്ട്. അതായത് പറഞ്ഞു വരുമ്പോൾ നിലയ്ക്കലൂന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ വഴിയല്ല. നിലയ്ക്കലൂന്ന് മറ്റേ കറുവച്ചാൽ മണിമല അവിടുന്ന് വരുന്ന ആൾക്കാർ നിലയ്ക്കൽ വഴി വന്നാൽ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇടത്തോട്ട് പോയാൽ മതി. 44 കിലോമീറ്റർ ചെല്ലുമ്പോൾ കോന്നിയാവും. അങ്ങനെ ഞാൻ നിലയ്ക്കലെത്തി. എന്തായാലും മനുവും വിജീഷും പോയതുകൊണ്ട് മാത്രമാണ് എനിക്കിതിൽ വരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാനിപ്പം കൊല്ലത്ത് അവരുടെ കൂടെ മാമ്പഴത്തരായിരുന്നേനെ. ഞാൻ എപ്പോഴും തന്നെ ഈ ഒരു ബോർഡ് മലയ്ക്ക് വരുമ്പോൾ എല്ലാം കാണുമ്പോൾ ആലോചിക്കുമായിരുന്നു എങ്ങോട്ടാണ് ഈ സ്ഥലം പോകുന്നതെന്ന്. കോന്നിക്ക് ആരോ കാണാം, പക്ഷെ ഇന്ന് ഞാൻ ആ വഴിക്കാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മളവിടെ നേരെ കാണുന്നത് ശബരിമലയ്ക്ക്. നമുക്ക് നേരെ പോകണ്ട, നമുക്ക് നേരെ എടുത്തോട്ട് പോയാൽ മതി. എടുത്തോട്ട് പോകുമ്പോൾ നമുക്കാണ്ട് എരുമേലി, കോട്ടയം, എറണാകുളം, ഗുരുവായൂർ, കോയമ്പത്തൂർ, കുമളി, മധുരൈ, മംഗലാപുരം, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, അതിനെല്ലാം ഉള്ള റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴി അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഞാനിവിടെ നേരെ ഇനി മണിമല, കറുകച്ചാൽ, അതിലെ ഞാലിയാകുഴി, അതിലെ എൻ്റെ വീടായ ചിങ്ങവനത്തേക്ക് പോവുകയാണ്. അപ്പം ഈ വീഡിയോ ഞാനിവിടെ നിർത്തുക. ഇനി പുതിയൊരു വീഡിയോയുമായി പുതിയൊരു റൈഡുമായി ഇറങ്ങുന്നതും വരെ എല്ലാവർക്കും ബൈ.